നമ്മുടെ കൂട്ടത്തില് നമ്മുടെ വീട്ടിലേക്ക് ഒത്തിരി പ്രായമായവര് അല്ലേ? നമ്മൾ ഒത്തിരി പ്രായമാകുമ്പോൾ നമുക്ക് ആദ്യം തകരാറ് വരുന്ന ഒരു അവയവം, ഒത്തിരി അവയവങ്ങളുണ്ട്. ഏതാണെന്ന് പറയാം, പെട്ടെന്ന് അറിയുമ്പോൾ നമ്മള് ഹാർട്ടിന് പറ്റും, പറ്റും, എല്ലാ അവയവങ്ങളും പറ്റും. പക്ഷെ നമുക്ക് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾക്കൊരു പ്രശ്നം, അയാൾക്ക് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞാലും ചിലപ്പോൾ പുള്ളിക്കൊന്നും മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ പുള്ളിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഈ കേൾക്കാൻ പറ്റുന്ന, നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു മറ്റുള്ളവർക്ക് പ്രായമാകുമ്പോൾ മറ്റുള്ള ഒരാൾക്ക് പ്രശ്നമുണ്ടെന്ന് അറിയാൻ പറ്റുന്ന ഒരു പ്രശ്നം കേൾവിക്കുറവാണ്. ഈ കേൾവിക്കുറവ് പക്ഷെ എല്ലാ പ്രായത്തിലുള്ളവർക്കും ഉണ്ടാകാം. ഇപ്പൊ നിങ്ങളിൽ തന്നെ കേൾവിക്കുറവ് ഉള്ളവരുണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾ പോലും ഒരു പക്ഷെ അറിയുന്നില്ല. നമ്മൾ കേൾവിക്കുറവിന് ഒത്തിരി പരിഹാര മാർഗങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. നമ്മൾ കേൾവി ഇല്ലെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങളിൽ നമുക്ക് മുൻപോട്ട് പോകാൻ പ്രയാസമാണ്. നമ്മൾ എങ്ങനെയൊക്കെയാണ് അറിയുന്നത്? നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ കണ്ടറിയും, കേട്ടറിയും, പിന്നെ തൊട്ടുമൊക്കെ സ്പർശിച്ചറിയും അല്ലേ? അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു അവന്റെ തല നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നല്ലേ, തൊട്ട് അറിയാൻ പറ്റുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ പല പല രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, നമ്മളെ കാര്യങ്ങൾ പഠിക്കുന്നത് അല്ലെ. നമ്മുടെ ചെറുപ്പത്തില് അല്ലെങ്കിൽ മുതിർന്നവരായിരിക്കുമ്പോഴും കേൾവി നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ കേൾവിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും ഒത്തിരി അഫക്ട് ചെയ്യും. ഇപ്പൊ കേൾവിയെ കുറിച്ച് പഠിക്കുന്ന പ്രത്യേക ഒരു ശാസ്ത്ര ശാഖയുണ്ട്. അതുപോലെ കേൾവിക്കുറവുള്ളവർക്ക് അത് റെക്ടിഫൈ ചെയ്ത് പഴയതുപോലെ തന്നെ ആക്കുവാനുള്ള പല ചികിത്സാ രീതികളുണ്ട്. പക്ഷെ നമുക്ക് അതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. നിങ്ങൾക്കറിയാമെങ്കിലും ആ ഒരു കേൾവിക്കുറവിനെ അല്ലെ കേൾവിയെ കുറിച്ച് പഠിക്കുന്ന ആ ഒരു ബ്രാഞ്ചിനെ, സയൻസിന്റെ ബ്രാഞ്ചിനെ എന്താണ് പറയാനുള്ളത്? യശൻ എന്താണ് പറയുന്നത്? അറിയോ? പറഞ്ഞു, നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞോ, നിങ്ങൾ തെറ്റുന്നതിനൊന്നും കുഴപ്പമില്ല. മനസ്സിലായി? നമ്മൾ കേൾവിയെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്ര കുഴപ്പമില്ല. നിങ്ങൾക്ക് അറിയാമോ? നമ്മളെ എലീഷ അറിയോ? കുഴപ്പമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ ഇപ്പോഴത്തെ ഓഡിയോളജി. ഓക്കെ, ഇവിടേക്ക് വേറെ ENT എന്ന് പറയുമ്പോൾ ഇയർ, നോസ്, ടങ്. ഇയർ, ചെവി, പിന്നെ മൂക്ക്. അപ്പൊ അതിനകത്ത് ENT അതിന്റെ ഒരു നമ്മുടെ വൈദ്യശാസ്ത്ര വിഭാഗമാണ്. അപ്പം ഇങ്ങനെ ഓഡിയോ നമ്മുടെ ചെവിയുടെ കാഴ്ചക്കുറവിനെ, നമ്മുടെ കാഴ്ചക്കുറവിനെ കുറിച്ചും അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ളതിനെ കുറിച്ച് ക്ലാസ് എടുക്കാനായിട്ട് കുറച്ച് പറഞ്ഞു തരാനായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ ബെനീറ്റ ചേച്ചി, ജെറിൻ ചേട്ടൻ, ഇവർ രണ്ടുപേരാണ്. അപ്പം നമുക്ക് ഒത്തിരി ജെറിൻ ചേട്ടന്മാരോടുണ്ടല്ലേ. അപ്പൊ നമുക്ക് ഇവര് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഇവര് പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാഴ്ചയുടെ കേൾവി കാര്യത്തിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരതിന് ഹെൽപ്പ് ചെയ്യും. അവർ പിന്നീട് കുറച്ച് അടുത്ത മാസം ഇവരുടെ ഒരു ചെക്കപ്പ് നടത്തുന്നുണ്ട്. അപ്പൊ നിങ്ങളിതെല്ലാം വീട്ടിൽ പോയി പറയണം. നിങ്ങളെ വീട്ടിലെ ഈ കേൾവിക്കുറവുള്ളവരെ നിങ്ങളിവിടെ കൊണ്ടുവരണം, ഇതിൽ പങ്കെടുപ്പിക്കണം. അങ്ങനെ നമുക്ക് ഇതിൽ നിന്നുള്ള മാക്സിമം പ്രയോജനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഇവർക്കും നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, അവർക്കും കൂടുതൽ പഠിക്കാൻ പറ്റും. അപ്പം ഇതിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് ബെനീറ്റയെ ഞാൻ ക്ഷണിക്കുകയാണ്. അറിയാവുന്നവരെ കേൾവിപരമായി ചെയ്യുന്ന ഹെൽത്ത് പ്രൊഫഷണൽ. ഹിയറിംഗ് ലോസ് ആകുന്നത് എന്താണ് ഹിയറിംഗ് ലോസ്?
നിങ്ങൾ ചോദിക്കുന്നത് എല്ലാവരും പ്രോആക്റ്റീവ് ആയിരിക്കും. നിങ്ങൾ നമ്മുടെ ചൈൽഡ് പാർലമെന്റ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സദസ്സിലോ നിങ്ങളുടെ കോളേജ് സ്കൂളിലൊക്കെ ഇത്ര ആക്റ്റീവായിട്ട് എല്ലാവരുടെ മുമ്പിൽ എഴുന്നേറ്റ് സംസാരിക്കാനുള്ള പണി മാറണം, സംസാരിക്കണം. എനിക്കുള്ളൊരു വേദിയാണ്. അപ്പം ചേച്ചി ചോദിക്കുന്നതിനൊക്കെ നിങ്ങൾ ഷേപ്പൊക്കെ ചേഞ്ച് ആയിട്ട് ഇതായിട്ട് കിടക്കും. ആർക്കും ഹെഡ്ഫോൺ ചേച്ചിട്ടുള്ളത് ആരൊക്കെ ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുന്നുള്ളത്? ഹെഡ്ഫോൺസ് യൂസ് ചെയ്താലും കാര്യം ലോസ് വരാം. എത്ര നേരം യൂസ് ചെയ്യും? എത്ര മണിക്കൂർ യൂസ് ചെയ്യും ഹെഡ്ഫോൺസ്? നമുക്ക് എങ്ങനെ മനസ്സിലാവുന്നത് ആൾക്ക് ഹിയറിംഗ് ലോസ് ഉണ്ടെന്നുള്ളത്? ഒരാൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെറിയ സൗണ്ടായാലും വലിയ സൗണ്ടായാലും കേൾക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇയർ ടെസ്റ്റ് നടക്കുമ്പോൾ അറിയാൻ പറ്റും. ടിവിയുടെ വോളിയം കൂടുന്നു പറയാൻ പറ്റും. ഇപ്പൊ ഒരു കേൾക്കാത്ത ഒരാള് ടിവിന്റെ വോളിയം കൂട്ടുന്നു. ഇതിന് നമ്മൾ പറഞ്ഞ കാര്യം പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ ഇയറിന്റെ 3 പാർട്സ് ഏതൊക്കെയാണ്? ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇയർ. ആർക്കൊക്കെ ഹിയറിംഗ് ലോസ് വരാം? കുട്ടികൾക്ക് വരുമോ? എങ്ങനെ? ചെവിയിൽ ഇൻഫെക്ഷൻ നന്നായിട്ട് വരും. പിന്നെ ബർത്ത് ഫാമിലി
കയ്യിലുണ്ടെങ്കിലും ഹിയറിംഗ് ലോസ് ഉള്ള ഒരാൾക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു സാധനം കൊടുക്കും. അതെന്താണ്? ഹിയറിംഗ് എയ്ഡ്സ് എന്താണ്? എന്താണ് ഹിയറിംഗ് എയ്ഡ്സ്? അതൊരു ചെറിയ ഡിവൈസാണ്. അത് ആംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അത് തന്നെ സൗണ്ട്സ് ആംപ്ലിഫൈ ചെയ്ത് നമ്മളെ കൊണ്ട് എത്ര ടൈപ്സ് ഓഫ് ഹിയറിംഗ് എയ്ഡ് ഉണ്ട്? 4 ടൈപ്സ് ഉണ്ട്. ഒന്ന് ചെവിയുടെ ബാക്കിൽ വരുന്നത്, അത് ബിഹൈൻഡ് ദ ഇയർ എന്ന് പറയും. പറഞ്ഞാൽ റിസീവറിൻ്റെ കനാൽ എന്ന് പറയും. ബിഹൈൻഡ് ദ ഇയർ എന്ന് പറയുന്നത് ഫോട്ടോ കാണിക്കുന്ന പാസ് വയസ്സായ ആൾക്കാർ മാത്രമല്ല, അതായത് നമ്മുടെ പ്രായത്തിലുള്ളവരെ ഉപയോഗിക്കണം. നേരത്തെ പറഞ്ഞില്ലേ ജനിതപരമായിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ അത് നമ്മൾ എല്ലാവരും ഹിയറിംഗ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? എല്ലാവരും ഹിയറിംഗ് ടെസ്റ്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആരും ചെയ്തിട്ടില്ല, പക്ഷെ എല്ലാവരും ചെയ്തിട്ടുണ്ടോ? നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ തന്നെ ജനിച്ച ഒരു 2 ദിവസത്തിനുള്ളിൽ ഒരു ഹിയറിംഗ് ടെസ്റ്റ് എല്ലാവർക്കും ചെയ്തിട്ടുണ്ടാവും. അതിന് നമ്മൾ OAE എന്നാണ് പറയുന്നത്. അപ്പം ആ ടെസ്റ്റിലൂടെ നമുക്ക് എന്തെങ്കിലും ഹിയറിംഗ് ലോസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫർദറായിട്ട് എന്താ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം. അതെല്ലാം ഓക്കെ ആണെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ എല്ലാവരും ഹിയറിംഗ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഹിയറിംഗ് എയ്ഡ്സ് വെച്ച് കഴിഞ്ഞാൽ എന്താണ് യൂസ് ചെയ്യുന്നത്? സംസാരിക്കുന്നത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കേൾക്കാം. പിന്നെ വലിയ സൗണ്ട്സ് കൂടുതൽ ടിവിയുടെ വോളിയം കൂട്ടേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഡിവൈസ് വെള്ളത്തിൽ ഇടാൻ പാടില്ല. കുളിക്കുമ്പോൾ ഹിയറിംഗ് എയ്ഡ്സ് പറഞ്ഞിരുന്നില്ല, ഒരു 4 തരത്തിലുള്ള ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഓഡിയോളജിയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളുടെ ഹിയറിംഗ് ലോസ് എത്ര ശതമാനം കുറവുണ്ട് അങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു ടെസ്റ്റാണ് ഓഡിയോളജി എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചെയ്യുന്ന ആളുടെയാണ് ഓഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് മെയിനായിട്ടുള്ള ടോപ്പിക്ക്. പിന്നെ വരുന്നത് ഈ ഓഡിയോളജി, നമ്മൾ ഒരാളെ ഓഡിയോളജി ചെയ്യുമ്പോൾ അയാൾക്ക് എത്ര ശതമാനം ലോസ് ഉണ്ട്, എന്തുകൊണ്ടാണ് ലോസ് വന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്, എത്ര ശതമാനം. പിന്നെ വേറൊരു ടെസ്റ്റ്, നമ്മുടെ ഓഡിയോളജി തന്നെ വേറൊരു ടെസ്റ്റ് ഉണ്ട്. നമ്മുടെ മിഡിൽ ഇയർ 3 പാർട്ട് പറഞ്ഞില്ലേ, ഔട്ടർ ഇയർ, ഇന്നർ ഇയർ, മിഡിൽ ഇയർ. ഈ മിഡിൽ ഇയറിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ട ടെസ്റ്റിന്റെ പേരാണ് ടിമ്പാനോമെട്രി എന്ന് പറയുന്നത്. 2 ടെസ്റ്റ് ഉണ്ട്, ഓഡിയോളജി ഉണ്ട്, പ്യുവർ ടോൺ ഓഡിയോമെട്രി എന്നാൽ നമ്മൾ കേൾവി എത്ര ശതമാനം ഉണ്ട്,
ശതമാനം കുറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ഹിയറിംഗ് ലോസ് വന്നത്? ഹിയറിംഗ് ലോസ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നോയിസ്, പുറത്തുള്ള സൗണ്ട് പൊല്യൂഷൻ, ഈ നല്ല ശബ്ദമുള്ളിടത്ത് നമുക്ക് ഒരുപാട് നേരം ജോലിക്ക് പോകുന്നവർക്ക് പെട്ടെന്ന് ഹിയറിംഗ് ലോസ് വരാം. പിന്നെ ജനിതകപരമായിട്ട് വരാം. ഈ അച്ഛനോ അമ്മയ്ക്കോ ഉപ്പനോ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പാരമ്പര്യമായിട്ടും ഹിയറിംഗ് ലോസ് വരാം. ഇതൊക്കെയാണ് മെയിൻ ഫാക്ടർ. പിന്നെ ഹെഡ്സെറ്റിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം. അത് നോർമൽ സൗണ്ടിലൊക്കെ കേൾക്കുന്നത് ഒരു പരിധി വരെ കേൾക്കുന്നത് ഓക്കെയാണ്. നമ്മുടെ ഫോണിൽ തന്നെ നമ്മൾ ഹെഡ്സെറ്റ് വെച്ചിട്ട് നമ്മൾ സൗണ്ട് കൂട്ടുമ്പോൾ ഇത് നമ്മുടെ ഇയറിന് പ്രശ്നമാണെന്ന് അതിൽ തന്നെ ഒരു ഇൻഡിക്കേഷൻ കാണിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? കുറയ്ക്കോ കൂട്ടോ? കൂട്ടു തപ്പ. അത് നമ്മൾ ഇപ്പോൾ ബോർഡേഡ് അല്ല. നമ്മളിപ്പോൾ ഒരു സൗണ്ട് നമുക്ക് കുറച്ച് പാട്ടൊക്കെ നല്ല ഒച്ചത്തിൽ നല്ല ബാസിൽ കേട്ടാലേ നമുക്കൊരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് ചിന്തിക്കുന്നുണ്ടാവും ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ ഇയർ ഡ്രമ്മിന് പ്രശ്നം വരാനുണ്ട്. പിന്നെ കേൾവി കുറവിന് അത് സാധ്യതയുണ്ട്. അതാണ് മെയിനായിട്ട് വരുന്ന പ്രശ്നം. പിന്നെ ഹെഡ്സെറ്റിന്റെ ഉപയോഗം അല്ലാതെ നമ്മുടെ പുറത്തേക്ക് ഈ യാത്രകളൊക്കെ പോകുമ്പോൾ ഈ വെള്ളം കയറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്ന് കൂടി കയറി വരുന്ന ഇൻഫെക്ഷൻ ആയിട്ട് നമ്മൾ പിന്നെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ബഡ്സ് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു ബഡ്സ് ചെവി ക്ലീൻ ചെയ്യാൻ വേണ്ടി സ്വയമേ ബഡ്സ് ഉപയോഗിക്കുന്ന വേറെ ബഡ്സ് ഉപയോഗിക്കാൻ പാടില്ല. ബഡ്സ് മൊത്തത്തിൽ ഉപയോഗിക്കുന്നത് നമുക്ക് പുറമേ ഇരിക്കുന്നത് ഈ ഔട്ടർ ലെയറിൽ ഇരിക്കുന്നത് അവിടെ ഇരിക്കുന്നതിന് നമുക്ക് തുണി കൊണ്ടോ എന്തെങ്കിലും നമുക്ക് പുറമേ ഇരിക്കുന്നത് എടുക്കാം. ബഡ്സ് ഉപയോഗിക്കുന്നത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഇയർ വാക്സ് ഇല്ലേ, ഇയർ വാക്സിന് നമ്മൾ അകത്തേക്ക് തള്ളി നമ്മുടെ മിഡിൽ ഇയറിൽ നിന്നും അകത്തേക്ക് തള്ളി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഹിയറിംഗ് ലോസ് അതുകൊണ്ട് കൂടാം, ഇൻഫെക്ഷൻ വരാം. അപ്പോൾ നമ്മൾ ബഡ്സ് എടുക്കുമ്പോൾ പുറത്തേക്ക് വരുന്നതെന്ന് നമുക്ക് വിചാരിക്കും. നമ്മുടെ ഇയർ വാക്സ് പുറത്തേക്ക് എടുക്കുന്നതായിട്ട് എല്ലാവരും വിചാരിക്കണം. പക്ഷെ അങ്ങനെയല്ല. ഒരു 90% വാക്സ് നമ്മൾ ഉള്ളിലേക്ക് തള്ളി വയ്ക്കുക. നമ്മുടെ മിഡിൽ ഇയറിൽ തന്നെ ഒരു ലെയർ ഉണ്ട്, ഒരു ഇയർ ഡ്രമ്മിൻ്റെ. അപ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നീരൊലിപ്പാവും, പഴുപ്പ് വരും, ഇൻഫെക്ഷൻ ആവും. പിന്നെ നമുക്ക് ഹിയറിംഗ് എയ്ഡ് വയ്ക്കുന്നതിനും കുറച്ച് പരിമിതികളുണ്ടാവും. കാരണം ഈ നീരൊലിക്കുന്ന സമയത്ത് ഹിയറിംഗ് എയ്ഡ് വയ്ക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും. കാരണം ഈ ഹിയറിംഗ് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഫുള്ള് വാട്ടർ പ്രൂഫ് ആയിരിക്കില്ല. ചില ബ്രാൻഡുകൾ വാട്ടർ പ്രൂഫ് ഇറക്കുന്നുണ്ടെങ്കിലും നോർമലി വാട്ടർ പ്രൂഫ് വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ കേടാവുന്ന ടൈപ്പ് ഹിയറിംഗ് എയ്ഡ്സ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ കുളിക്കുന്ന നേരത്ത് മാറ്റി വയ്ക്കണം. അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. ഉറങ്ങുന്ന സമയത്ത് കുളിക്കുന്ന സമയത്ത് മാറ്റി വയ്ക്കണം. അല്ലാത്ത സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. ഡെയിലി ഒരു 8 മണിക്കൂറൊക്കെ ഉപയോഗിക്കണം. ഈ ഹിയറിംഗ് എയ്ഡ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരാൾക്ക് ഒരു 50% കേൾവിക്കുറവുണ്ടായി. ഈ 50% നിന്ന് താഴേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്നൊരു ടൈം വരും. അപ്പോൾ ചിലപ്പോൾ ഒരു 6 മാസത്തിനുള്ളിൽ ആ 50 നിന്ന് നേരെ 20ലേക്ക്. അപ്പോൾ പിന്നെ നമ്മളൊരു 90% ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടും നമുക്ക് പ്രയോജനം ഉണ്ടാകത്തില്ല. നമ്മൾ കേൾവിക്കുറവ് എത്രത്തോളം നേരത്തെ കണ്ടുപിടിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ചില ലോസൊക്കെ നമുക്കൊരു മരുന്ന് സ്റ്റിറോയിഡ്സിലൊക്കെ മാറും. ചില ലോസ് നമുക്കൊരു ഹിയറിംഗ് എയ്ഡ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഈ 90% ലോസ് എന്ന് പറയുന്നത് ആ ഒരു റേഞ്ചൊക്കെ എത്തുമ്പോൾ നമുക്ക് ഹിയറിംഗ് എയ്ഡിന് നമ്മുടെ കേൾവിക്കുറവിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. നോർമലി ചെയ്യുന്ന ഹിയറിംഗ് എയ്ഡ് ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് ഒരു 50% ലോസായി. ഒരു 6 മാസം നമ്മൾ ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കാതെ വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് എന്താണ് കാരണം കണ്ടുപിടിക്കാതെ ഇപ്പം ഈ നോയിസ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ജോലിക്ക് പോകുന്നവർ ഈ ഹെഡ്സെറ്റ് ഉപയോഗം അങ്ങനെയൊക്കെ വരുന്ന കേൾവിക്കുറവ് നമ്മൾ വീണ്ടും ട്രീറ്റ് ചെയ്യാതെ അത് ഹെഡ്സെറ്റ് ഉപയോഗം മാറ്റാതെ വീണ്ടും നമ്മൾ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് ഇങ്ങനെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 6 മാസത്തിൽ നമുക്ക് വീണ്ടും നല്ല രീതിയിലുള്ള ആ ഡിഫറൻസ് വരും. കാരണം 50% കേൾവിക്കുറവെന്നുള്ളത് ഒരു 30-ലേക്കോ 20-ലേക്കോ എത്താം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഹിയറിംഗ് എയ്ഡിന്റെ ബെനിഫിറ്റ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കേൾവിക്കുറവ് 50% നമ്മൾ കേൾവിക്കുറവ് എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിച്ചു. അതിന് കേൾവിക്കുറവിന് ഹിയറിംഗ് എയ്ഡ് നമ്മൾ അനുയോജ്യമായിട്ടുള്ള ഹിയറിംഗ് എയ്ഡ് വയ്ക്കുന്നു. ഹിയറിംഗ് എയ്ഡ് വെച്ച് കഴിഞ്ഞാൽ ഈ 50% അതിൽ നിന്ന് ഡിക്രീസ് ആവാൻ വേണ്ടിയിട്ട് ടൈം എടുക്കുന്നത് കുറച്ച് കുറവായിരിക്കും. നമ്മൾ ഒരു കേൾവിക്കുറവിനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ 50% ലോസായി. ഹിയറിംഗ് എയ്ഡ് വെച്ച് കഴിഞ്ഞാൽ 100% കിട്ടത്തില്ല. അപ്പോൾ ഉള്ള കേൾവിയെ നമ്മൾ താഴേക്ക് പോകാതെ ഒരു പരിധി വരെ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ പറ്റുന്നതാണ് ഹിയറിംഗ് എയ്ഡ്. പിന്നെ പുറത്തുനിന്ന് വരുന്ന സൗണ്ട്സിനെ ആംപ്ലിഫൈ ചെയ്ത് നമ്മുടെ ബ്രെയിനായിട്ട് കണക്ട് ചെയ്ത് ആ ഒരു പ്രോസസ്സും കൂടെ ഹിയറിംഗ് എയ്ഡ്സ് ചെയ്യുന്നുണ്ട്. ഹിയറിംഗ് എയ്ഡ്സിൽ തന്നെ നമുക്ക് കുറേ ടൈപ്പ് വരുന്നുണ്ട്. ഈ എമൗണ്ട് വരുന്നുണ്ട്. ഈ ചെവിക്ക് അകത്ത് ഈ ഹെഡ്സെറ്റിന്റെ മോഡലൊക്കെ വരുന്ന ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്. അതൊക്കെയാണെങ്കിൽ ഒരു 50% ലോസിന്
അകത്തുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ചെവിക്കുള്ളിൽ, അതായത് പുറത്ത് കാണാതെ. ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഹിയറിംഗ് എയ്ഡ് പുറത്ത് കാണുന്നത് ഒരു നാണക്കേട് പോലെ വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നമ്മൾ കണ്ണിന് എന്താണോ പ്രശ്നം, കാഴ്ചക്കുറവിന് എന്താണ് നമ്മൾ കണ്ണാടിയിൽ. അപ്പോൾ അതുപോലെ തന്നെയാണ് കേൾവിക്കുറവിന് മരുന്നല്ലാതെ മാറ്റാൻ പറ്റുന്ന കേൾവിക്കുറവിന് ഹിയറിംഗ് എയ്ഡാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ഹിയറിംഗ് എയ്ഡ് പുറത്ത് കാണുന്നത് ചിലപ്പോൾ ചിലർക്ക് അപ്പോൾ അതിൻ്റെ ഈ സൈഡ് എഫക്ട്സ് മനസ്സിലാക്കി തുടങ്ങുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ അതുമായിട്ട് അഡ്ജസ്റ്റ് ആവും. ഹിയറിംഗ് എയ്ഡ് നോർമലി നമുക്കൊരു ഡേ ടു ഡേ ലൈഫിന് ഹിയറിംഗ് എയ്ഡ് അത്യാവശ്യമാണെന്ന് അറിയുമ്പോൾ ആൾക്കാർ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അത് മനസ്സിലാക്കും. എനിക്ക് ഹിയറിംഗ് എയ്ഡ് അത് പറ്റത്തില്ല എന്നുള്ളത്. അപ്പോൾ പുറത്ത് കാണാത്ത രീതിയിൽ വയ്ക്കുന്ന ഹിയറിംഗ് എയ്ഡ്സും നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഹിയറിംഗ് എയ്ഡ്സ് ചെവിക്കുള്ളിൽ വയ്ക്കുന്നതിന് CIC എന്നാണ് പറയുന്നത്, കംപ്ലീറ്റ്ലി ഇൻ ദി കനാൽ എന്നതിൻ്റെ ഫുൾ ഫോം. CIC മോഡലിലേക്ക് നമുക്ക് ചെവിയുടെ അളവിനനുസരിച്ച് ചെയ്തെടുക്കണം. ഓരോരുത്തരുടെ ചെവിയുടെ ആകൃതിയും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ ചെവിയുടെ അളവിനനുസരിച്ച് ചെയ്തെടുക്കുന്നതാണ് CIC എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ. അത് പിന്നെ ബാറ്ററി ടൈപ്പ്, റീചാർജബിൾ, അങ്ങനെ ഇൻഡസ്ട്രി മാറുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ വർഷം മാറുന്നതിന് പുതിയ ടെക്നോളജീസ് നമ്മൾ ഹിയറിംഗ് എയ്ഡ്സിലും വരുന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾ ഒരു 10 കൊല്ലം മുന്നേ ഒക്കെ ആണെങ്കിൽ ഈ ഹിയറിംഗ് എയ്ഡ് വയ്ക്കുന്ന ഒരു നൂലൊക്കെ തൂക്കിയിട്ട് പോക്കറ്റിനകത്തൊരു ബാറ്ററി, അങ്ങനെ ഒരു ടൈപ്പായിരുന്നു. അപ്പോൾ പുറത്ത് പോകുമ്പോൾ ഈ നൂലും എല്ലാം കാണാൻ പറ്റും. പക്ഷേ ഇന്നത്തെ ഒരു ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ലേ, ബിഹൈൻഡ് ദി ഇയറിൽ തുടങ്ങി ചെവിക്കകത്ത് വയ്ക്കുന്ന ഹിയറിംഗ് എയ്ഡ്സ് വരെ വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ആരും റിയാക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അപ്പോൾ വീട്ടിലുള്ളവർക്ക് എങ്ങനെ കേൾവിക്കുറവ്, നമ്മുടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്, നമ്മളല്ലേ ഈ മുതിർന്ന ആൾക്കാരല്ലാതെ ഈ വയസ്സായിട്ട് ഹിയറിംഗ് ഈ ലോസ് വരുന്നതല്ലാതെ കുഞ്ഞു കുട്ടികളിൽ മുതൽ നമുക്ക് ഹിയറിംഗ് ലോസ് കണ്ടുവരുന്നുണ്ട്. ഞാൻ ഈ ഹിയറിംഗ് എയ്ഡ് ആ ഒരു സെഗ്മെന്റിൽ ഞാൻ വരുന്നത് നൈറാസ് ഹിയറിംഗ് എന്നുള്ളൊരു കമ്പനിയാണ്. ഹിയറിംഗിൻ്റെയാണ്. ഹിയറിംഗ് ടെസ്റ്റിങ്ങും ഹിയറിംഗ് എയ്ഡ്സുമാണ് ഞങ്ങൾ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു 4 വർഷം മുന്നേ ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന ഈ ഹിയറിംഗ് ലോസുള്ളവരൊക്കെ അത്രയും ഉണ്ടാവുമോ എന്നൊരു ചിന്തയിലായിരുന്നു ഞാൻ ഈ കമ്പനിയിലേക്ക് വരുന്നത്. അപ്പോൾ കമ്പനിയിലേക്ക് വന്നു ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് വർക്കിന് ഇറങ്ങി. ആ ടൈമിലാണ് എനിക്ക് മനസ്സിലായി ഹിയറിംഗ് ലോസ് ഉള്ളവർ ഒരുപാട് പേരുണ്ട്. നമുക്ക് തന്നെ ഒരു ക്ലിനിക്കിൽ തന്നെ നമുക്ക് ഒരു മാസം എങ്ങനെ ഒരു 100 പേഷ്യൻസ് ഹിയറിംഗ് ടെസ്റ്റിന് വേണ്ടി മാത്രം വരുന്നത്. അതുപോലെ നമുക്ക് തന്നെ 3 ക്ലിനിക്ക് വരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഒരു മാസം 300 പേഷ്യൻസിനകത്ത് ടെസ്റ്റിങ്ങിന് മാത്രം വരുന്നുണ്ട്. അതുപോലെ ട്രിവാൻഡ്രത്തും കേരളത്തിലും ഏകദേശം ട്രിവാൻഡ്രത്ത് എനിക്ക് തോന്നുന്ന ഒരു 28ഓളം 30ഓളം ക്ലിനിക്കുകൾ ഹിയറിംഗിൻ്റെ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലായിടത്തും ഇതിനനുസരിച്ച് പേഷ്യൻ്റ് ഉണ്ട്. അപ്പോൾ ഹിയറിംഗ് ലോസിനുള്ള കാരണം നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനാദ്യം വേണ്ടത് ഹിയറിംഗ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ പേരാണ് പ്യുവർ ടോൺ ഓഡിയോമെട്രി. ഹിയറിംഗ് ടെസ്റ്റ് എത്ര ശതമാനം കുറവുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ടെസ്റ്റ്. പിന്നെ ഒരു ടെസ്റ്റ് ടിപ്പാനോമെട്രി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഫെക്ഷൻ എന്തെങ്കിലും മെഡിലേറിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ട ടെസ്റ്റാണ്. പിന്നെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഹിയറിംഗ് ടെസ്റ്റ് ചെയ്യുന്ന പേരാണ് OAE ടെസ്റ്റ് എന്നാണ് പറയുന്നത്. ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഹിയറിംഗ് ടെസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഹിയറിംഗ് എയ്ഡ്സിന്റെ സെഗ്മെന്റ് വരുന്നുണ്ട്. പിന്നെ വീട്ടിലുള്ളവർക്ക് എങ്ങനെ ഹിയറിംഗ് ലോസ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലിപ്പം നമ്മൾ വീട്ടിൽ മാത്രമല്ല പുറത്താണെങ്കിലും പള്ളിയിലാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിലും ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരാൾ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കും, എന്താ കേട്ടില്ല, ആ ഒരു രീതി. അത് ഹിയറിംഗ് ലോസിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പോൾ ഉള്ള ആ ഒരു ഡിസ്റ്റർബൻസ്, കേൾക്കുന്നില്ല ആ ഒരു ഇത് ഉണ്ടാവും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ TV-യുടെ വോളിയം കൂട്ടുക, അടുത്തുനിന്ന് സംസാരിക്കുന്ന, ഇപ്പോൾ പുറകേക്ക് സംസാരിക്കുന്ന കേൾക്കുന്നില്ല, വ്യക്തത വരുന്നില്ല, അങ്ങനെയൊക്കെ വരുന്നത് ഹിയറിംഗ് ലോസിന് കാരണമാണ്. ഇതാണ് ഹിയറിംഗ് ലോസ് നമുക്ക് നേരിട്ട് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ഇങ്ങനെയുള്ളവരെ നമ്മുടെ ക്ലിനിക്കിൽ കൊണ്ടുവന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് എന്തുകൊണ്ടാണ് അവർക്ക് ഹിയറിംഗ് ലോസ് വന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഫർദർ ട്രീറ്റ്മെന്റ് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്? ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞതിലെന്തെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ടീച്ചർ അവിടെ നിന്ന് സംസാരിക്കുക, നമ്മുടെ ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചർ എന്തെങ്കിലും ഒരു ഇത് പറയുമ്പോൾ അവർ പെട്ടെന്നൊരു അതെന്താ പറഞ്ഞതെന്ന് നമ്മൾ പിന്നെ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ അത് ശ്രദ്ധക്കുറവുകൊണ്ടും ആവാം, ചിലപ്പോൾ ഹിയറിംഗ് ലോസ് കൊണ്ടും ആവാം, ചാൻസ് ആണ്.
അപ്പോൾ അങ്ങനെയുള്ളവരെ നമുക്കിപ്പോൾ അവർ റിപ്പീറ്റ് ചെയ്ത് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, സ്ഥിരമായിട്ട് ടീച്ചർ പറയുന്ന കേൾക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു കുട്ടി പുറകിൽ നിന്ന് വിളിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ തോന്നുകയാണെങ്കിൽ അവർക്ക് ഹിയറിംഗ് ടെസ്റ്റ് ചെയ്യിപ്പിക്കണം, എങ്കിലേ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ വരുന്നത് അവർ ആക്ടിവിറ്റീസ് നമ്മൾ നോക്കണം. ചിലപ്പോൾ ശ്രദ്ധക്കുറവ് കൊണ്ടും അവർ ശ്രദ്ധിക്കാതിരിക്കും. ടീച്ചർക്ക് സംസാരിക്കുന്നത് നമുക്ക് വേറൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ടീച്ചർക്ക് വിളിക്കുകയാണെങ്കിൽ നമ്മൾ കേൾക്കരുത്. അത് ശ്രദ്ധക്കുറവ്. അല്ല, സ്ഥിരമായിട്ട് കണ്ടിന്യൂസ്ലി ഇങ്ങനെ വരികയാണെങ്കിൽ അത് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യണം. ഹിയറിംഗ് ടെസ്റ്റ് ചെയ്തിട്ട് ഫർദർ ട്രീറ്റ്മെന്റ് ചെയ്യണം. കൂടുതലും ഈ കേൾവിക്കുറവ് എന്നുള്ളത് പുറത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഈ മെഷീൻ വെക്കേണ്ടി വരും, പൊട്ടനം വിളിക്കും എന്നുള്ള രീതിയിൽ ഒരുപാട് നമ്മളിപ്പോൾ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ അങ്ങനെ കേൾക്കുന്നുണ്ട്. ഞാനിപ്പോൾ എനിക്ക് കേൾവിക്കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്നെ പൊട്ടാൻ വിളിക്കും എന്നുള്ള രീതിയിൽ. പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസത്തിലും നമ്മുടെ തൊഴിലിലും കണ്ണിന്റെ കാഴ്ച എത്രത്തോളം പ്രധാനമാണോ അതുപോലെ തന്നെയാണ് കേൾവി. നമ്മുടെ ജോലിനെ പറ്റി ചിലർക്ക് ഇപ്പോൾ പുറത്ത് കാണുമെന്ന് പറഞ്ഞിട്ട് ഹിയറിംഗ് എയ്ഡ് വയ്ക്കാതെ പോകാറുണ്ട്. നമ്മൾ റോഡിൽ കൂടെ നടന്നു പോവുകയാണെങ്കിൽ ഒരു വണ്ടി വന്ന് ഫോൺ അടിച്ചു കഴിഞ്ഞാൽ പോലും കേൾക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അവർ പുറത്ത് കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു നാണക്കേടെന്ന് വിചാരിച്ചിട്ട് അവർ ഹിയറിംഗ് എയ്ഡ് ഫോണിനകത്ത് വെച്ചിട്ട് പോകുന്നത്. അപ്പോൾ മാക്സിമം ഹിയറിംഗ് ലോസ് ഉള്ളവർക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുക. നമ്മളിപ്പോൾ പറയാൻ മടിയാണെങ്കിൽ ഇപ്പം ഫ്രണ്ട്സിനോട് ചിലപ്പോൾ പറയാൻ മടിയായിരിക്കും, അവർക്ക് മാതാപിതാക്കളോട് പറയാം, ടീച്ചേഴ്സിനോട് പറയാം. ആ പറഞ്ഞ് ഫർദർ ട്രീറ്റ്മെന്റ് ചെയ്തില്ല, ആദ്യം നമുക്ക് ചെറിയ ലോസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ മരുന്നിലൊക്കെ മാറും, ഹിയറിംഗ് എയ്ഡ് വയ്ക്കേണ്ടി വരത്തില്ല. അപ്പോൾ നല്ല രീതിയിൽ ലോസ് വന്നു കഴിഞ്ഞാൽ ഹിയറിംഗ് എയ്ഡ് വയ്ക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു 50% താഴെയാണ് നമ്മുടെ ലോസ് എങ്കിൽ ചെവിക്കുള്ളിൽ വയ്ക്കുന്ന ഹിയറിംഗ് എയ്ഡ് വയ്ക്കും. നമ്മളത് പറയാതെ വച്ച് ഒരു വർഷം 2 വർഷം 3 വർഷം ഒക്കെ കഴിയുമ്പോൾ നല്ല രീതിയിൽ ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഞാൻ കാണിച്ചിരുന്നില്ലേ ഹിയറിംഗ്, അത് കുറച്ച് വലിയ ടൈപ്പ് ഹിയറിംഗ് ആണ്. അത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പുറത്തേക്ക് കാണും. അപ്പോൾ ആദ്യമേ നമുക്ക് രോഗം വരുന്നതിന് ശേഷം മുറിച്ചതിന് ശേഷം ട്രീറ്റ്മെന്റ് എടുക്കുന്നതിനേക്കാളും രോഗം വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ബാലൻസ് അതിനുള്ള മരുന്ന് കലവർക്കത്തിന്റെ മരുന്ന് തരും, അതിന് പറ്റിയ എക്സസൈസ് ഒക്കെ പറഞ്ഞു തരും. അത് കഴിയുമ്പോൾ അവർ പറയും ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറയും. ചിലവർക്കൊക്കെ ഹിയറിംഗ് ലോസ് ഉണ്ടെങ്കിലും കലകറക്കം വരും. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? അപ്പൊ നമ്മളിന്ന് ഇവിടെ പഠിപ്പിച്ച കാര്യങ്ങള് നിങ്ങൾ ജനജീവിതം പറഞ്ഞ കാര്യങ്ങൾ, ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചിട്ട് ആർക്കെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് പ്രശ്നം, വീട്ടിൽ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ കൃത്യമായ ട്രീറ്റ്മെന്റ് എന്തുകൊണ്ടാണ് ഹിയറിംഗ് ലോസ് ഉണ്ടാവുന്നതെന്നും ഹിയറിംഗ് ലോസ് ഉള്ളവരുടെ സയൻസും പിന്നെ ഹിയറിംഗ് എയ്ഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന കുറച്ചും പിന്നെ ടൈപ്സ് ഓഫ് ഹിയറിംഗ് എയ്ഡും അതൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനെങ്കിലും ആർക്കെങ്കിലും ഹിയറിംഗ് ലോസ് ഉണ്ടെന്ന് മനസ്സിലായ ടീച്ചറിനോടോ അല്ലെങ്കിൽ അവരുടെ പേരൻസിനോടോ പറയുന്നത്. ഹെഡ്സെറ്റിന്റെ ഉപയോഗം മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഈ കുട്ടികളിൽ കൂടുതലും ഹിയറിംഗ് ലോസ് വരാനായിട്ടുള്ള കാരണം ഹെഡ്സെറ്റിന്റെ ഉപയോഗമാണ്. അത് മാക്സിമം സൗണ്ട് കുറച്ച് ഉപയോഗിക്കുന്നതിന് തെറ്റില്ല, പക്ഷെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഹിയറിംഗിനെ പറ്റി പറഞ്ഞു ജെറിൻ ചേട്ടനും ബെനിറ്റ് ചേച്ചിക്കും അവർക്ക് മനസ്സിലാക്കി അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ കൂടെ കുറച്ചും കൂടെ പറഞ്ഞ് നന്നായിട്ട് തന്ന ബെനിറ്റ് ചേച്ചിക്കും ജെറിൻ ചേട്ടനും നമുക്ക് നമ്മുടെ പരിപാടികളിലേക്ക് കിടക്കാം. അപ്പം ആദ്യം നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിബേറ്റിന് മുൻപായിട്ട് നമ്മുടെ ഏറ്റവും ജൂനിയർ മെമ്പറായ ഇവ നമുക്ക് വേണ്ടി ഒരു ഇവ നമുക്ക് ഇവ വരുമ്പോൾ എല്ലാവരും കൈയടിച്ചു കൊടുക്കണം.